ഒരു 16 വയസ്സുള്ള പെൺകുട്ടിക്ക് കല്യാണം നടത്തി കൊടുക്കാനുള്ള ഒരു നേതൃത്വം കൊടുത്തത് ഒരു നേതാവ് എന്ന നിലയിൽ ശരിയാണോ? അത് ശരിയല്ല. പിന്നെ ചില കുറ്റങ്ങൾ അയാൾ പോലീസുകാരന് ഒരു തെറ്റ് പറ്റും പോലെ മന്ത്രിക്കും ചെറിയൊരു തെറ്റ് പറ്റി. കുറേ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കും. ഇത്ര ഉറച്ച വിശ്വാസത്തോടെ പറയാനുള്ള കാരണം എന്താണ്? ഇപ്പം നമ്മളെ 20 വർഷത്തിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചതിൻ്റെ രീതിയിൽ ഇവിടെ ഇപ്പം രാജീവ് ചന്ദ്രൻ ജയിക്കുമെന്നുള്ളത് നമുക്ക് വിശ്വാസമാണ്. പൊതുവെ നിയമത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലം കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ രാജീവ് ജി തന്നെ ജയിക്കും, നല്ല മാറ്റമൊന്നുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കപ്പിനും ചുണ്ടിൻ്റെ ഇടയ്ക്കാണ് നഷ്ടപ്പെട്ടത്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാജീവ് ജിക്കാണ് ചാൻസ് കൂടുതൽ. ഉറപ്പായിട്ടും ഇവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കുമല്ലേ? ഭരണമാറ്റം സംഭവിക്കുമെന്നുള്ളത് എന്നാണ് പറയുന്നത്. ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും BJP ഒന്ന് ഭരിക്കട്ടെ ഒരിക്കൽ, അതാണ് നമ്മളൊക്കെ ആഗ്രഹം. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം BJP അധികാരത്തിൽ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഇപ്പോൾ രാജീവ് ജി പറഞ്ഞിട്ടുള്ളത് വികസനമാണ്. ആ വികസനം BJP വന്നു കഴിഞ്ഞാൽ കൊണ്ടുവരും, അതിൽ മാറ്റമൊന്നുമില്ല. നിയമത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്ന് തോന്നുന്നു? ശിവൻകുട്ടി. അതെന്തുകൊണ്ട്? നല്ലൊരു നേട്ടമാണ് ഇവിടെ നേടിയത്. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പം വിവാദങ്ങളൊക്കെ വന്നു. 16 വയസ്സായ ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിച്ചു ഇവിടെ വന്നപ്പോഴും ശരിക്കും അത്തരത്തിലുള്ള ഒരു വ്യക്തിയൊക്കെ നേതാവായി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? ഇല്ല അങ്ങനെയല്ല. നമ്മൾ പാർട്ടി നല്ലൊരു മനുഷ്യനാണ്, സ്കൂളിലൊക്കെ നല്ല നേട്ടങ്ങൾ നേടി. അപ്പം ഈ ഒരു വിവാദം അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇല്ല, പിന്തുണയ്ക്കണമെന്നില്ല. അങ്ങനെ ഒരു തെറ്റ് കാണിക്കൂലെന്ന് ഉറപ്പുണ്ട് സഖാവ്. ഈ സഖാക്കന്മാരെല്ലാവരും കൂടി ചേർന്നല്ലേ ആ ഒരു കുട്ടിയുടെ കല്യാണത്തിന് നേതൃത്വം നൽകിയത്? ഇതുപോലെ നമ്മുടെ നിയമം മണ്ഡലത്തിൽ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഇല്ലേ, അവരെ ഇതുപോലെ കല്യാണം കഴിപ്പിക്കുമോ എന്ന് എന്താണ്? ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാത്തില്ല. പക്ഷെ സഖാവ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പം ഈ കേൾക്കുന്നതൊക്കെ തെറ്റായ വിവാദങ്ങൾ. അപ്പം തുടർഭരണം ഇനി നിയമം മണ്ഡലത്തിൽ വീണ്ടും ശിവൻകുട്ടി എന്നാണോ? ശിവൻകുട്ടി തന്നെ തുടരും. ഇവിടെ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് കുറച്ച് പേർക്ക് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇല്ല. ഇപ്പൊ യുവതലമുറയൊക്കെ അങ്ങനെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നില്ല? ഇല്ല, ആരും എല്ലാവരും സഖാവിനൊപ്പം തന്നെ. കുട്ടികളെല്ലാവരും സഖാവിനൊപ്പമാണോ? അപ്പൊ നിയമത്ത് ആരായിരിക്കും? ഈ BJP ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. ശിവൻകുട്ടി വിജയിക്കുമെന്നാണ് നമ്മുടെ. പൊതുവെ ജനങ്ങളൊക്കെ പറയുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ്. അല്ല, സഖാവ് ഇവിടെ കുറേ കാര്യങ്ങൾ ആൾ ചെയ്യുന്നുണ്ട്, ഇറങ്ങി ചെയ്യുന്ന ഒരാളാണ് ശിവൻകുട്ടി സഖാവ്. നമ്മൾ പാർട്ടി പ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുന്ന ആൾ തന്നെ. ഇപ്പോഴും നമ്മളിവിടെ വന്നിട്ട് പോയി നമ്മളെ പുഞ്ചക്കരിയിലും അവിടെ ഇവിടെയുള്ള റോഡെല്ലാം ആൾ ശരിയാക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം ഫണ്ടൊക്കെ അനുവദിച്ച് കുറേ കാര്യങ്ങളെല്ലാം എല്ലാം നോക്കി നടത്തുന്നുണ്ടാകും. പിന്നെ നമുക്ക് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആളെ മന്ത്രി ഓഫീസിൽ നിന്ന് അവിടെ നിന്നൊക്കെ MLA ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും. അങ്ങനത്തെ ഉപകാരങ്ങളെ കൊണ്ട് മന്ത്രി ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസൊക്കെ അദ്ദേഹത്തെ തിരക്കി നടക്കുവാണെന്നൊക്കെ ഒരു വിവരങ്ങൾ ഇങ്ങനെ കേട്ടു. രാഷ്ട്രീയ ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും. എല്ലാവരും അതിൽ നിന്നൊക്കെ ഏറ്റവും വളർന്ന് വരണമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളും വഴക്കുകളും പാർട്ടിക്കാരാകുമ്പോൾ അതൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിക്ക് കല്യാണം നടത്തി കൊടുക്കാനുള്ള ഒരു നേതൃത്വം കൊടുത്തത് ഒരു നേതാവ് എന്ന നിലയിൽ ശരിയാണോ? അത് ശരിയല്ല. പിന്നെ ചില കുറ്റങ്ങൾ അയാൾ പോലീസുകാരന് ഒരു തെറ്റ് പറ്റും പോലെ മന്ത്രിക്കും ചെറിയൊരു തെറ്റ് പറ്റി. കുറേ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ ഇതൊക്കെ തന്നെ. നാട് ഭരിക്കുന്നത് നമുക്ക് ഒരു ഉപകാരം ഉണ്ടായിരുന്നാൽ മതി. നമുക്കിപ്പോൾ കുറേ പട്ടയം അനുവദിച്ച് തരണ കാര്യത്തിലായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആൾ ചെയ്തു തരുന്നുണ്ട്. അപ്പം നമുക്കതിനെപ്പറ്റി കുറ്റം പറയാൻ പറ്റൂല. പിന്നെ രാഷ്ട്രീയപരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ പാവപ്പെട്ട ഒരു കൂലിത്തൊഴിൽ ജീവിക്കുന്നവർ. ചേട്ടൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്റ്റാർ മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്നതും നിയമത്താണ്. അപ്പം ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിനും അത്തരത്തിലുള്ളൊരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഭരണം നന്നായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി BJP തന്നെ ഭരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു ഭരണമൊക്കെ കണ്ടിട്ടാണോ കേരളത്തിലേക്ക്? കേന്ദ്രത്തിൻ്റെ ഭരണം കണ്ടിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം.
പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട് BJPക്ക് ഇത്രയധികം ജനപിന്തുണ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അത് ശരിയാണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ശരിയാണെന്നേ പറയാവുള്ളൂ. ഒരു ഭരണമാറ്റം നിയമത്തുണ്ടാകുമ്പോൾ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാളും വികസനമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വികസനം നല്ല രീതിയിൽ പോകുന്നുണ്ട്, നമുക്കെല്ലാം ഹാപ്പിയാണ്. ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. BJP വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നിയമത്തിലും അത്തരത്തിലുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നിയമത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചേട്ടാ, BJP ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് ഈ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാൻ സാധിക്കുമോ? സാധിക്കും. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കും. ഇത്ര ഉറച്ച വിശ്വാസത്തോടെ പറയാനുള്ള കാരണം എന്താണ്? ഇപ്പം നമ്മൾ 20 വർഷത്തിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചതിൻ്റെ രീതിയിൽ ഇവിടെ ഇപ്പം രാജീവ് ചന്ദ്രൻ ജയിക്കുമെന്നുള്ളത് നമുക്ക് വിശ്വാസമാണ്. പൊതുവെ നിയമത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഒരു പുതിയൊരു നേതൃത്വം വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുമോ നിയമത്തിൽ? സംഭവിക്കും. എന്തൊക്കെയായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് വേണ്ടി അടുത്ത കഴിഞ്ഞ സർക്കാർ ജനങ്ങൾക്ക് നല്ല രീതിയിൽ വികസനങ്ങളും അവർക്കുള്ള ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് ഞങ്ങൾ ഉറപ്പായിട്ടുള്ളത്. ഇപ്പം പറഞ്ഞ BJP അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിലാണല്ലേ ഇവിടെയുള്ള മറ്റു ജനങ്ങളും അതായിരിക്കും. ഇലക്ഷനൊക്കെ ആവാറായി, നിയമത്ത് ഇലക്ഷൻ ചൂടൊക്കെ ആയി. BJP ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നിയമം. ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏത് പാർട്ടിയായിരിക്കും വിജയസാധ്യത കൂടുതൽ? BJP ആയിരിക്കും മിക്കവാറും. എന്താ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? മാറ്റം കൊണ്ട് അങ്ങനെയാണ് ആലോചിക്കുന്നത്. BJP ആയിരിക്കും മുഖ്യം വരാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും മാമനക്ക് ഒത്തിരി അനുഭവങ്ങൾ കാണുമല്ലോ, പഴയ പാർട്ടിയുടെയൊക്കെ ഒരു രീതിയും ഇന്നത്തെ ഒരു കാലഘട്ടമൊക്കെ. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കുള്ളിൽ ഒരു മാറ്റം കാണാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ ഒരു പാർട്ടിക്കുള്ളിൽ വന്ന മാറ്റം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വന്നൊരു മാറ്റം? എനിക്കതിനെപ്പറ്റി കൂടുതൽ രാഷ്ട്രീയം അറിഞ്ഞുകൂടാ. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സഹായങ്ങളുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്, കിടക്കാടങ്ങൾ കിട്ടുന്നുണ്ട്, ഇവരുടെ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ചെറിയൊരു മാറ്റം വരാൻ വേണ്ടി BJP വരും എന്നൊരു ഉദ്ദേശം മനസ്സിലുണ്ട്. കാലാകാലങ്ങളായി ഇടതും വലതും ഭരിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു ഉദ്ദേശമുണ്ട് അത്ര തന്നെ. അപ്പൊ ഇവിടെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ BJP ഉറ്റുനോക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലമാണ്. ഇവിടെ ഒരു ഭരണമാറ്റം നടക്കുമോ? നടക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. ഏന്നാ എല്ലാ പ്രാവശ്യവും ഇവിടെ നമുക്ക് കൗൺസിലറെല്ലാം BJP ആണ് ജയിച്ചത്. അപ്പോൾ ഈ തൊട്ടടുപ്പിച്ചുള്ളതിൽ BJP വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. ഭയങ്കരമായിട്ട് അവരും വർക്ക് ചെയ്യുന്നു, എല്ലാവരും വർക്ക് ചെയ്താൽ ഒരു മാറ്റം വരും, അത്ര തന്നെ. ജനങ്ങളെല്ലാം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വേണ്ടി തന്നെ ഇരിക്കുന്നത്. ആരും എന്തായാലും പിന്നെ കുറച്ച് ചേഞ്ചിങ് ഇരിക്കണം, അത്ര തന്നെ. കൂടുതലെല്ലാം ഒന്നും ഇരിക്കാനെല്ലാം പറ്റൂല, അത്ര തന്നെ. എന്താണ് നിയമത്തെ അവസ്ഥ? BJP ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റാർ മണ്ഡലമാണ്. ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ? അത് അറിഞ്ഞുകൂടാ, തീർച്ചയായിട്ടും ഉണ്ടാവും. പൊതുവെ എന്താണ് ജനങ്ങളൊക്കെ പഴയ അല്ലെങ്കിൽ ഇടത് വലത് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാനത്തേക്ക് പുതിയൊരു മുന്നണി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് തോന്നുന്നുണ്ട്. ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും.